അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവൻകുട്ടി. അപ്പോൾ നമ്മളിന്ന് പുല്ല് വെട്ടുന്ന തോട്ടമാണ് കേട്ടത്. അപ്പോൾ ബ്ലേഡ് ഇട്ട് വെട്ടാനായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് വെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമുക്ക് കാണാം. പിന്നെ എല്ലാവരും പറയാറുണ്ട് പുല്ലുവെട്ട് വളരെ സുഖമുള്ള പണിയാണെന്ന്. പക്ഷേ പുല്ലുവെട്ടിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ഥിരമായി പുല്ല് വെട്ടുന്ന ഒരാൾക്ക് തണ്ടൽ വേദന ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പുല്ല് വെട്ടാൻ പോകുമ്പോൾ ചില ചെടികളുടെ സ്മെല്ല് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവാൻ കാരണമാവും കേട്ടോ. പിന്നെ ചേമ്പ് നമുക്ക് ചൊറിയും, ഭയങ്കരമായിട്ട് ചൊറിയും കേട്ടോ. മേത്ത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാനേ സാധിക്കില്ല, അത്രയ്ക്കും ചൊറിച്ചിലാണ് ചേമ്പ് തൊട്ട് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഇഴജന്തുക്കൾ, പിന്നെ കടഞ്ഞലുകൾ, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ ആക്രമണം ഉണ്ടായാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് സംഭവിക്കും കേട്ടോ. പിന്നെ നമ്മൾ ബ്ലേഡ് ഇട്ട് വെട്ടുമ്പോൾ ഒരു പറ്റാത്തൊരു കല്ല് കഷ്ണം കല്ലിലറിയാതെ പോയി കൊള്ളുമോ, അല്ലെങ്കിൽ ഒരു കുറ്റി, ഉണക്ക കുറ്റിയിൽ പോയി താത്തി വെട്ടുമ്പോൾ നമ്മൾ പുല്ലിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു കുറ്റിയിൽ അറിയാതെ പോയി കൊണ്ടാൽ അത് നമ്മുടെ മേത്തേക്ക് ഏത് ഭാഗത്തേക്കാണ് തെറിച്ച് വരിക അതുപോലും നമുക്ക് പറയാൻ സാധിക്കില്ല. പറ്റാത്ത സ്ഥലത്തേക്ക് ആയിരിക്കും വന്ന് കൊള്ളുക. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പുല്ലുവെട്ടിൽ നമുക്ക്. അപ്പം അതൊക്കെ ഇതുകൊണ്ടാണ് നമ്മൾ പുല്ലുവെട്ട്, എന്നിട്ടും നമ്മുടെ അതൊരു ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് തന്നെ അത് തുടർന്നു പോകണം. അപ്പോൾ ഇനി വീണ്ടും കാണാം കേട്ടോ.